السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനികളെ, ഇന്ന് റബീഉൽ അവ്വൽ 4 തലപ്പെരുമണ്ണ മുഈനുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിൽ നബിദിനത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന ഇഷ്കെ മദീന നബിദിന ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള നസീഹത്തു സ്വബാഹിലെ 4-ാം സുദിനത്തിലാണ് നാം ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് സദസ്സിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നാടുനീളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് സദസ്സുകൾ ഇന്ന് സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രധാനമായും നാം ആലോചിക്കേണ്ട ഒരു വിഷയം, ഏതൊരു ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതും ആ ഇബാദത്ത് കൊണ്ട് അല്ലാഹു പ്രതിഫലം ലഭിക്കുമെന്ന അചഞ്ചലമായ വിശ്വാസത്തോടെയും ആഗ്രഹത്തോടെയും നാം ആ ഇബാദത്ത് ചെയ്യുമ്പോൾ മാത്രമാണ്. ഏതൊരു ഇബാദത്ത് അതിൻ്റെ പ്രതിഫലം പരിശോധിച്ചു നോക്കുമ്പോഴും അറ്റമില്ലാത്ത പ്രതിഫലം ഉള്ളതായി മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഓരോ ഇബാദത്തിൻ്റെയും പ്രതിഫലത്തെ എണ്ണി പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതൊക്കെ ആ ഇബാദത്ത് കുറ്റമറ്റതായ രൂപത്തിൽ ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന യഥാർത്ഥ വിശ്വാസത്തോടുകൂടിയും ആഗ്രഹത്തോടുകൂടിയും ചെയ്യുമ്പോൾ മാത്രമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത മുബ്തദിഇൻ, ഒരു നബീനവാദിയുടെ നിസ്കാരത്തെ അള്ളാഹു സ്വീകരിക്കുകയില്ല. വസൗമഹു, അവന്റെ നോമ്പോ, വഹജ്ജഹു വഉംറതഹു വജിഹാദഹു, അവന്റെ ഹജ്ജോ ഉംറയോ അവന്റെ ജിഹാദോ ഒന്നും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന്. എന്തുകൊണ്ടാണ്? അവന്റെ വിശ്വാസത്തിൽ ന്യൂനതയുള്ളത് കൊണ്ടാണ്. അതുപോലെ ഈ മൗലിദ് സദസ്സുകളിൽ നാം പങ്കെടുക്കുമ്പോഴും നാം മൗലിദ് പാരായണം ചെയ്യുമ്പോഴും നമ്മുടെ വീടുകളിലോ മറ്റോ മൗലിദിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോഴും നമ്മുടെ വിശ്വാസം പൂർണ്ണമായിരിക്കണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്, ഇതിനല്ലാഹു പ്രതിഫലം നൽകുമെന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നമ്മുടെ അതിരറ്റ സ്നേഹം കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നത് എന്ന നല്ല നീയത്തോടു കൂടിയും നാം ഇതിൽ പങ്കെടുക്കുകയും ഇത് സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹു നമുക്ക് ഇതിൽ പ്രതിഫലം നൽകുക. മാത്രമല്ല, മൗലിദ് സദസ്സിന് ധാരാളം മഹത്വങ്ങൾ ഉണ്ടെങ്കിൽ ആ മഹത്വങ്ങളൊക്കെയും നമുക്ക് കൈവരിക്കാൻ കഴിയുക. മഹാനായ സിദ്ദീ സിഖ്തി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മൻ ഖസദ മൗദിഅൻ യുഖറഉ ഫീഹി മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് ഖസദ റൗലത്തൻ മിൻ റിയാദിൽ ജന്ന. ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതുന്ന ഒരു സ്ഥലത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ടാൽ അയാൾ സ്വർഗത്തോപ്പുകളിൽ നിന്നുള്ള ഒരു തോപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പുറപ്പെട്ടത്. കാരണം ലിഅന്നഹു മാ ഖസദ ദാലിക്കൽ മൗദിഅ ഇല്ലാ ലിമഹബ്ബത്തിർ റസൂൽ, അദ്ദേഹം ആ സ്ഥലത്തെ ലക്ഷ്യമാക്കി പുറപ്പെടാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ഒന്നുകൊണ്ട് മാത്രമാണ് എന്നാണ്. ഇത്തരം ആത്മാർത്ഥമായ നീയത്തോടുകൂടി മൗലിദ് ഓതുകയോ മൗലിദ് സംഘടിപ്പിക്കുകയോ ചെയ്താൽ അതിന്റെ പ്രതിഫലം എന്താണ്? മഹാനായ സുൽത്താനുൽ ആരിഫീൻ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു തആല അൻഹു തന്റെ വസായിൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. ഏതൊരു വീട്ടില് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏതൊരു പ്രദേശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്തോ, എന്നാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ധാരാളം മലക്കുകൾ ആ പ്രദേശത്തെ, ആ പള്ളിയെ, ആ വീടിനെ പൊതിയുമെന്നും എന്നിട്ട് ഫഇന്നഹും യുസല്ലൂന അലാ മാ കാന സബബൻ ലിഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യാനുള്ള ഒരു കാരണമായതിൻ്റെ പേരിൽ ആ മലക്കുകളൊക്കെയും അവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും, അഥവാ അവരുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല, ഇആനത്തു താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ മൗലിദിന്റെ മഹത്വം വിവരിച്ചുകൊണ്ട് പറയുന്നു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഒരു വീട്ടിൽ വെച്ച് പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വീട്ടുകാർക്ക് വെള്ളക്ഷാമത്തെ ഉയർത്തുന്നതാണ്. അതുപോലെ എല്ലാവിധ ആഫാത്ത് മുസീബത്തുകളെ തൊട്ടും ആ വീട്ടുകാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് നൽകുന്നതാണ്. മാത്രമല്ല മറ്റുള്ളവരുടെ അസൂയ, ദേഷ്യം, കണ്ണേറ്, ഇതുപോലെയുള്ള ഷർറുകളെ തൊട്ടൊക്കെയും ആ വീട്ടുകാർക്ക് സലാമത്ത് നൽകുന്നതാണ്. മാത്രമല്ല കള്ളന്മാരുടെ ശല്യങ്ങളെ തൊട്ട് സലാമത്ത് നൽകും. അവൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകർ നക്കീർ അലൈഹിസ്സലാമിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി എളുപ്പമാക്കി കൊടുക്കും. ഇങ്ങനെ ധാരാളം ശ്രേഷ്ഠതകൾ മൗലിദ് ഓതുന്നവന് ഉണ്ട് എന്ന് ആ മഹാനായ പണ്ഡിതൻ തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അപ്പോൾ മൗലിദ് ആത്മാർത്ഥമായിട്ടാണ് നാം പാരായണം ചെയ്യുന്നതെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ പ്രതിഫലം വലുതാണ്. ആ ഒരു സദുദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ വീടുകളിലൊക്കെയും നാം മൗലിദ് ഓതേണ്ടത്. മഹാനായ മഅറൂഫുൽ കർഖി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മൻ ഹയ്യ അലി അജലി ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുആമൻ. നമ്മുടെ വീട്ടിൽ ധാരാളം സൽക്കാരങ്ങളും ധാരാളം സാമ്പത്തിക ചെലവുകൾ നടത്തിക്കൊണ്ടുള്ള ആർഭാടങ്ങളും നടത്താറുണ്ട്. മഹാനവറുകൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതാൻ വേണ്ടി ഒരാൾ ഭക്ഷണം ഉണ്ടാക്കുകയോ എന്നിട്ട് തൻ്റെ സഹോദരന്മാരെ എല്ലാം അതിലേക്ക് ക്ഷണിച്ചു വരുത്തി വഔഖദ സിറാജൻ, ആ മൗലിദ് ഓതാൻ വേണ്ടി ഒരു വിളക്ക് കത്തിച്ച്, വലബിസ ജദീദൻ, നല്ല വസ്ത്രം ധരിച്ച്, വതഅത്തറ, നല്ല അത്തർ പൂശി, വതജമ്മല, നല്ല രൂപത്തിൽ അവൻ ഭംഗിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനോടുള്ള ആദരവോടുകൂടി നല്ല വിളക്ക് കത്തിച്ച്, നല്ല വസ്ത്രം ധരിച്ച്, നല്ല അത്തർ പൂശി, നല്ല മനോഹരമായി ഭംഗിയായി കൊണ്ട് ഒരാൾ തൻ്റെ വീട്ടിൽ ഒരു മൗലിദ് സദസ്സ് സംഘടിപ്പിച്ചാൽ അദ്ദേഹം പറയുകയാണ്, ഹസറഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅൽ ഫിർഖത്തിൽ ഊലാ മിനൻ നബിയീൻ. സുഖലോക സ്വർഗത്തിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്മാരിൽ നിന്ന് ഒന്നാമത്തെ പാർട്ടിക്കാരുടെ കൂടെ അദ്ദേഹം പ്രവേശിക്കുമെന്ന് മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു തആല അൻഹു തന്റെ കിതാബിൽ എഴുതി വെച്ചതായി കാണാം. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വദിത്തു ലൗ കാന ലി മിസ്ല ജബലി ഉഹദിൻ ദഹബൻ ലഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് ഉഹദ് മലയോളം സ്വർണം ലഭിക്കുകയാണെങ്കിൽ അത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇമാം ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ആത്മാർത്ഥമായി പാരായണം ചെയ്യുക. നാം മൗലിദ് സദസ്സിൽ പങ്കെടുക്കുമ്പോഴും മൗലിദ് സദസ്സുകൾ നമ്മുടെ വീടുകളിലോ മറ്റോ സംഘടിപ്പിക്കുമ്പോഴും നമ്മുടെ നിയ്യത്ത് നന്നാക്കുക. വലിയ പ്രതിഫലമാണ് അതിൻ്റെ പിന്നിൽ ലഭിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ എന്ന്. ഇന്നത്തെ ചോദ്യം, എനിക്ക് ഉഹദ് മലയോളം സ്വർണം ലഭിച്ചാൽ അത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ പണ്ഡിതൻ ആര്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.